കുറച്ച് ദിവസങ്ങളായി എനിക്ക് ചെയ്യാൻ പറ്റാറില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റാറില്ല. എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ശ്രമം നിർത്താം. അതിനൊരു അടക്കും ചട്ടയൊന്നുമില്ല. മഴ പെയ്ത് അന്തരീക്ഷവും തണുത്തിട്ടുണ്ട്. ചെടികളൊക്കെ ഇലകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മഴയുണ്ടാകുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ വേനലിൻ്റെ സൂര്യ ആഘാതം മൂലം മരിച്ചവർ വടക്കേന്ത്യയിൽ മാത്രം മരിക്കാറുള്ളൂ, അതിപ്പോൾ കേരളത്തിലും കണ്ടു. ഇനി പേമാരി, പ്രളയം, അതിതീവ്രമാണ് ഇങ്ങനെ വരിക. അതിനോടൊപ്പം ഡെങ്കിയും എലിപ്പനിയും മറ്റുള്ള മഞ്ഞപ്പിത്തവും വരിക. ഇപ്പോൾ തന്നെ എലിപ്പനി 100 പേരെ അപഹരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെങ്കി 26, 27, 28 തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വാർഡുകളിൽ ഡെങ്കിപ്പനി വളരെ സജീവമായിട്ടുണ്ട്. എന്തായാലും ഞാൻ പത്രവായനയോട് തുടങ്ങുകയാണ്. ഞാൻ ശ്രദ്ധിച്ചത് ഇറാൻ്റെ പ്രസിഡന്റ് അപകടത്തിൽപ്പെട്ടു എന്നാണ്. ഹെലികോപ്റ്റർ അദ്ദേഹത്തിന് വേണ്ടി തിരയാണ്. ഈ സമയത്ത് പലസ്തീനിൽ ഇസ്രായേൽ തങ്ങളുടെ സൈന്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. 35,000-ൽ പരം ആളുകൾ ഇപ്പോൾ വധിക്കപ്പെട്ട് കഴിഞ്ഞു. കുട്ടികളുടെ വിലാപങ്ങളും അമ്മയുടെ അമ്മമാരുടെ മാറത്തടികളും ശോകമുഖമായ അന്തരീക്ഷവും വിതുമ്പലുകളും നിസ്സംഗതയും നിരാശയും അമർഷവും ഒക്കെ നിലനിൽക്കുന്നതാണ്. UN കൊണ്ടൊന്നും സാധിക്കുന്നില്ല. എനിക്ക് അത്ഭുതപ്പെടുത്തിയത്, അല്ലെങ്കിൽ എനിക്ക് വളരെ ശ്രദ്ധിച്ചു പറ്റത്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു, സർവകലാശാലയിലെ കുട്ടികൾ ടെൻ്റടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതാണ്. വാസ്തവത്തിൽ ഈ പലസ്തീൻ്റെ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടതാണ്. അതവസരത്തിൽ തന്നെ ഇസ്രായേലിന് ജീവിക്കാനുള്ള സാഹചര്യവും ഒരുക്കേണ്ടതാണ്. പരസ്പര വിശ്വാസമില്ലായ്മയിൽ നിന്ന് യുദ്ധം അനിശ്ചിതകാലമായി തുടരുകയാണ്. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു അത് പലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും മാത്രം പ്രശ്നമല്ല, ചുറ്റുപാടുള്ള രാജ്യങ്ങളുടെയും താല്പര്യം കൂടി ഇതിലുണ്ട്. പലസ്തീൻ നേരിട്ടല്ല, ഇറാനും ഈജിപ്തും കുവൈറ്റും ഖത്തറുമൊക്കെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ യുദ്ധം ചെയ്യേണ്ടെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ പ്രതിരോധിച്ചില്ലെങ്കിൽ, ആക്രമിച്ചില്ലെങ്കിൽ തങ്ങൾ അപകടപ്പെടും, ചുറ്റുപാടുള്ള ആളുകളാൽ വധിക്കപ്പെടും. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനും പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് എപ്പോഴും പ്രതിരോധത്തിലാണ്. ആദ്യകാലങ്ങളിൽ ബന്ദികളാക്കിപ്പെട്ടാൽ ഒരു സ്ത്രീകളുടെ ഒരാൾ പോലും മരിക്കാതിരിക്കാൻ ഒരു ജാഗ്രത പാലിച്ചിരുന്നു. അതിന് വിട്ടുവീഴ്ച ചെയ്തു. ഈ പ്രാവശ്യം അതൊരു തന്ത്രമാക്കിയ ഹമാസിൻ്റെ തന്ത്രമാണെന്നും അതിൽ വിട്ടുവീഴ്ച ചെയ്യരുതും, അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ നെതന്യാഹുവിന് അവിടെ ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയും കൂടി. രണ്ട് ഭാഗമുണ്ട്. ബന്ദികളായ വീട്ടുകാർ അവർ വിലപിക്കുന്നുണ്ട്. ഒരു 14 വയസ്സായ കുട്ടി, 11 വയസ്സായ കുട്ടി, 15 വയസ്സൊരു അച്ഛനെ അമ്മയെയും പലസ്തീൻ ഹമാസ് തീവ്രവാദികൾ വെടിവെച്ച് കൊന്ന് കുട്ടിയെ കൊണ്ടുപോയി. ആ കുട്ടിയെ വിട്ടുകൊടുക്കാൻ പറഞ്ഞ് ഒരുപാട് നാൾ ഇസ്രായേൽ അവരോട് അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വിട്ടുകൊടുത്തിട്ടില്ല. ആ കുട്ടിയും കൂടി ബന്ദിയാക്കിക്കൊണ്ടാണ് ഈ യുദ്ധം സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും അത് മറ്റൊരു ടേണിംഗ് പോയിന്റ് വന്നിരിക്കുന്നു. ഇറാൻ്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. മരിച്ചു. ഹെലികോപ്റ്റർ കണ്ടെത്തിയിട്ടില്ല. ഇറാനും ഇസ്രായേലും തമ്മിൽ നേരത്തെ ഒരു വെടിക്കെട്ട്, ചെറിയ സാമ്പിൾ വെടിക്കെട്ടൊക്കെ നടത്തി അവസാനിപ്പിച്ച. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് ഈ അടുത്ത കാലത്തായിട്ട് അണുബോംബിൻ്റെ ആറ്റം ബോംബിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. കൊറിയക്കാർ സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ റഷ്യൻ പുടിൻ വേണ്ടി വന്നാൽ ചെയ്യുമെന്ന്, അണുആയുധം ഉപയോഗിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇറാൻ അതുപോലെ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു തരത്തിൽ ഇന്ത്യയിൽ മണിശങ്കർ അയ്യർ പറയുന്നു പാകിസ്ഥാനിൽ അണുബോംബുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡയലോഗിലാണ്. അത് ഏറ്റുപിടിച്ചിട്ടാണ് മോദി നമ്മുടെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അങ്ങനെ അണുബോംബിനെ കുറിച്ചുള്ള സംസാരം കൂടുതൽ വരികയാണ്. അത് അതിവിദൂരഭാവിയിൽ വിവരമില്ലാത്ത അല്ലെങ്കിൽ തനി സ്വാർത്ഥമതികളായ ഭരണാധികാരികളുടെ എണ്ണം കൂടുമ്പോൾ യുദ്ധത്തിൻ്റെ അടുപ്പം ദൂരം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്.
ഇന്ത്യയുടെ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് 5ാം ഘട്ടത്തിലാണ്. 4 ഘട്ടവും കഴിഞ്ഞ് തുടക്കത്തിൽ വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന BJPക്ക് പിന്നെ കാലിടറിപ്പോയിരിക്കുന്നു. 400 കിട്ടുമെന്ന് പറഞ്ഞ BJPക്ക് അത് കിട്ടില്ലെന്നുള്ളൊരു ധാരണ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അവർ വീണ്ടും അധികാരത്തിൽ വരാം, പക്ഷേ മാർജിൻ വളരെ കുറവായിരിക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഈ പ്രചരണ രീതി തന്നെ മാറ്റിക്കൊണ്ട് തനി പച്ചവർഗീയത എന്ന രീതിയിൽ പറയാൻ തുടങ്ങിയിരിക്കുക. ഒട്ടും കേൾക്കാത്ത, ഒട്ടും ഇതുവരെ കേൾക്കാത്ത ഒരു പ്രധാനമന്ത്രിമാരും ഇത്ര തരം താഴ്ന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയ്ക്ക് പച്ചയ്ക്ക് സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ അധപതിക്കാൻ നരേന്ദ്രമോദി അധപതിച്ചുവോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയ്ക്ക് പച്ചയ്ക്ക് പറയാൻ നമുക്ക് ഇത്രത്തോളം നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഈ പരസ്പര ബഹുമാനമൊക്കെ പോയി എവിടെ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. താലി വിട്ട് നിങ്ങളെ താലിയെല്ലാം മറുത്ത് കൊണ്ടുപോയി അത് മുസ്ലിമുകൾ കൊടുക്കുമെന്നും ബജറ്റ് 2 ബജറ്റ് അവതരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും അപരവിദ്വേഷം തന്നെ പകർന്നാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നേരത്തെ പശുവിൻ്റെ കാര്യത്തിൽ എത്ര പേര് നമ്മൾ കൊല ചെയ്യപ്പെട്ടു. എന്നാൽ പശു കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യ 1ാമതാണ്. പശു ചെയ്യുന്ന ആളുകളിൽ പലരും ഹിന്ദുക്കളാണ് തന്നെ. ഇതെല്ലാം വൈരുദ്ധ്യങ്ങളാണ്. അപ്പോൾ ഒരു നേതാക്കൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സാധാരണയുള്ള മനുഷ്യർ വികാരം കൊള്ളുകയും കൊലപാതകത്തിലേക്കും കലാപത്തിലേക്കും നീങ്ങും എന്നുള്ളതും കൂടി ഈ വലിയ ഒരു ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇത്തരം സന്ദർഭത്തിൽ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് വോട്ടും അധികാരം വേണമെങ്കിലും മനുഷ്യരാകെ തന്നെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാകരുത് ജയവും വിജയവും. നമ്മുടെ മഹാഭാരത യുദ്ധം തന്നെ ഈ എല്ലാം പിടിച്ചടക്കി യുധിഷ്ഠിരൻ ധർമ്മപുത്രർ നടന്നു പോകുന്ന ചിത്രം നമ്മളോട് തോന്നിപ്പിക്കുന്നത് എല്ലാം വെട്ടിപ്പിടിച്ചിട്ടും എല്ലാവരും മരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കൂടുതൽ രക്തം ഒരിഞ്ഞാൽ ഒരു യുദ്ധത്തിനും അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ വിജയം ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ള വലിയൊരു തത്വശാസ്ത്രം പറഞ്ഞു തന്നൊരു രാജ്യത്ത് ആ തത്വശാസ്ത്രത്തിൻ്റെ ഉൾക്കാമ്പ് കണ്ട അഹിംസ എന്നുള്ള രീതിയിൽ മര്യാദ പുരുഷോത്തമനെ രാമൻ ഇത് എൻ്റെ രാമനാകുന്നു, രാമായണത്തിലത്തെ രാമനോ കബീർദാസിൻ്റെ രാമനല്ല എൻ്റെ രാമനാണെന്നും ആ രാമൻ സത്യത്തിൻ്റെ പര്യായമാണെന്നും പറഞ്ഞ ഗാന്ധിയുടെ നാട്ടിലാണ് ഈ ഇതിൻ്റെ എല്ലാം കേന്ദ്രം എന്ന് പറയുമ്പോൾ കാലത്തിൻ്റെ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ വൈചിത്ര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശുദ്ധ ആക്ഷേപഹാസ്യം എന്നൊക്കെ തോന്നിപ്പോകും. എന്തായാലും അതിന് വിരുദ്ധമായി പാവപ്പെട്ട കുറേ ഹിന്ദുക്കൾ ഇതിൽ വീണു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഇതിൽ വീണു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ വെറുപ്പ് വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ എനിക്ക് സുഹൃത്ത് അയച്ചിരുന്നു. അത് ഗോവയിൽ നിന്നാണ്. ആ ഗോവയിൽ ഒരു വനിതാ വനിതാക്തം തന്നെയാണ് അത് സംസാരിക്കുന്നത്. അതേപോലെ ഷെയിം ഓൺ യു മോദി എന്നാണ് പറഞ്ഞത്. എൻ്റെ നാട്ടിൽ ഗോവയാണ്. അവിടെ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്. ഞാൻ ഹിന്ദുവാണ്. പക്ഷേ ഞങ്ങൾ ഹോളി ആഘോഷിക്കും. അതുപോലെ തന്നെ ഈദ്ഗാഹിൽ അവരുടെ വീട്ടിൽ പോകും. അതുപോലെ ക്രിസ്മസിന് കേക്കും ഞങ്ങൾ മുറിക്കും. ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നിങ്ങളായിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് ഐ ഷെയിം ഓൺ യു എന്ന് പറയുന്ന രീതിയിൽ വളരെ ഒരു ഹൃദയസ്പൃക്കമായ ഇത് നശിപ്പിക്കരുത്, അതിനതിജീവിക്കാൻ കഴിവുള്ള ഒരു സമൂഹം എന്നെ പോലെ തന്നെ ഹിന്ദു സമുദായത്തിലുണ്ട് എന്ന് പറയുന്ന ധീരരായ ആളുകളും തുറന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ നമുക്ക് റാട്ടിയുടെ കൃത്യമായിട്ടും ഈ വീഡിയോ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു, ഏകാധിപത്യത്തിലേക്ക് പോകുന്നു, എങ്ങനെ ഈ വർഗീയ ലഹളകൾ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ റാട്ടിയുടെ വീഡിയോ നമുക്ക് അപ്പോൾ ഹിന്ദിയിൽ തന്നെ സംസാരിക്കുക. അങ്ങനെ ഹിന്ദി സംസാരിക്കുന്ന മേഖലകളിൽ ഈ മതത്തെ ഉപയോഗിച്ച് ദൈവത്തെ ഉപയോഗിച്ചിട്ട് തങ്ങളെ പറ്റിക്കുന്നു എന്ന തോന്നൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേപോലെ തന്നെ പ്രതിപക്ഷവും ഐക്യപ്പെട്ടിട്ടുണ്ട് അല്പം. കാര്യം എല്ലാവർക്കും മമതയ്ക്ക് പ്രധാനമന്ത്രിയാവണം, അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും പ്രധാനമന്ത്രിമാരാവണം.
അപ്പോൾ ആ പ്രധാനമന്ത്രിയാവാനുള്ള ഒരുക്കപ്പാടിലാണ് അവർ ശ്രമം നടത്തുന്നത്. എന്തായാലും മമത പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബാക്കിയുള്ള എല്ലാ കക്ഷികളും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷവും ഒരു മുന്നണി അല്ലെങ്കിലും തമിഴ്നാട്ടിലും മറുസ്ഥലത്തും അവർ ഉന്നയിക്കപ്പെട്ടു. ഇതിനിടയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമുണ്ടാകുന്നത് നമ്മുടെ കെജ്രിവാളിൻ്റെ വിടുതലാണ്. സുപ്രീം കോടതി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരിക്കലും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ഏത് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് അത്. എന്തായാലും ഈ പണ സംബന്ധിച്ചുള്ള ഈ നിയമങ്ങൾ, ജാമ്യമില്ലാ നിയമങ്ങൾ, താൻ തന്നെ കുറ്റവാളി തന്നെ അത് തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യതയുള്ളൊരു നിയമത്തിന് അതിൻ്റെ കുരുക്കിൽപ്പെട്ട് കെജ്രിവാൾ അകത്തായിരിക്കുന്നു. അകത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇലക്ഷൻ കാലത്ത് അതേ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടതാണ്. ജാമ്യം കിട്ടോ അല്ലെങ്കിൽ കോടതി ഈ കേസ് തള്ളുമോ എന്നറിയില്ല. എന്തായാലും ഇ ഡിയെ ഒന്ന് കുടഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയും കൂടി ഇല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ കാര്യം കട്ട പോകാമെന്ന് പറയാൻ സാധിക്കുള്ളൂ. 10 വർഷത്തിനുള്ളിൽ ഇതുപോലെ ഇലക്ഷൻ കമ്മീഷനെ പോലെ ആളുകളെ ഈ കോടതികളിലും ജഡ്ജിമാരായി വന്നാൽ തീർച്ചയായിട്ടും വിധികളൊന്നും പിന്നെ ആശയ്ക്ക് വക നൽകാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നി, കെജ്രിവാളിനെയും AIP ആളുകൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ്. ഏത് ഏകാധിപതികളും ചോദ്യം ചെയ്യാൻ ആരുമില്ലെങ്കിൽ തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അണ്ണാ ഹസാരെ തൊടുക്കി വെച്ച അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തീർച്ചയായിട്ടും കെജ്രിവാൾ ഹൈജാക്ക് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷ നിരയിൽ വിശ്വസിക്കാവുന്ന, ഇടതുപക്ഷം ഒഴിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാവുന്ന ഒരു പ്രധാന നേതാവ്, ഒരുപക്ഷെ പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുള്ള നേതാവ് കെജ്രിവാളാണ്. എന്നാൽ കെജ്രിവാൾ സൂത്രങ്ങളും രഹസ്യങ്ങളൊക്കെ അല്പം സൂക്ഷിക്കുന്ന ഒരാളായിട്ടും കൂടി തോന്നുന്ന, ഇപ്പോൾ മോദി ഗ്യാരണ്ടി പറഞ്ഞപ്പോൾ കെജ്രിവാൾ ഗ്യാരണ്ടി പറയുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഗ്യാരണ്ടി ആവേണ്ടതായിരുന്നു. അതുപോലെ സുനിത കെജ്രിവാൾ രംഗത്ത് വരികയാണ്. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? കാര്യം സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കുന്നതാണ്. ഇതിനൊക്കെ എതിർത്തവരാണ് അവർ. അതായത് കെജ്രിവാൾ അതിന് പറ്റിയ സംവിധാനം ആം ആദ്മി പാർട്ടിക്കുണ്ടെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കെജ്രിവാൾ പോയിരുന്നതിനും 1000 കെജ്രിവാൾമാർ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സുനിത കെജ്രിവാളിനെ കൊണ്ടല്ലേ വേണ്ടത്, മറിച്ച് അടുത്തൊരാളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിഥിയോ അല്ലെങ്കിൽ മറ്റുള്ള സഞ്ജയ് സിംഗ് ഒക്കെ ഉണ്ടല്ലോ, അവരെ ആ തരത്തിലേക്ക് കൊണ്ടുവരണം ആയിരുന്നു വാസ്തവത്തിൽ. താൻ മാത്രമേ പാടുള്ളൂ എന്നൊരു ധാരണ പാർട്ടിയിൽ അതുണ്ടോ എന്ന് സംശയമുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ആളുകൾ സ്വയം വിമർശനം നടത്തുകയും നിരീക്ഷണത്തിന് വിധേയമാക്കും. വിമർശിക്കേണ്ട കെജ്രിവാളാണെങ്കിൽ പോലും മധ്യനയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നൊരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ തൻ്റെ മകളെ കുടുംബത്തെ ഉപയോഗിക്കുന്നു, മകളെ ഉപയോഗിക്കുന്നു, മറ്റൊന്ന് മറിച്ചെന്ന് പറയുമ്പോൾ അത് അന്ന് ഉത്സാഹിച്ച് വിമർശിക്കുന്നവർ കെജ്രിവാളിൻ്റെ ഈ രീതിയെയും എതിർക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, കെജ്രിവാളിനെ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും വിടവാങ്ങിയതും അദ്ദേഹത്തിൻ്റെ ചില നടപടികളും. ഇപ്പോൾ നരേന്ദ്രമോദി അയോധ്യയിലാണ് പോയതെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ മോസ്കിൽ പോയില്ല, ഒരു ചർച്ചിൽ പോയില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രോഗ്രാമാണെങ്കിൽ ആവുമെങ്കിൽ അതൊരിക്കലും ഒരു പക്ഷത്തിൻ്റെ, ഒരു ഹിന്ദുവിൻ്റെയോ ഒരു മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ആ പക്ഷത്തിൽ കൂടെ സഞ്ചരിക്കാൻ പക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാടില്ല, അല്പം വോട്ട് കിട്ടാനാണെങ്കിൽ പോലും എന്നാണ് എനിക്ക് പറയാം. എന്തായാലും തീർച്ചയായിട്ടും വലിയൊരു മാറ്റമുണ്ടായിട്ടുണ്ട് അഖിലേന്ത്യാ രീതിയിൽ. ഇപ്പോൾ ഹരിയാനയിലെ കർഷകർ സജീവമായിരിക്കുന്നു. അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ പക്ഷേ ബി ജെ പി ഞാൻ ഒരു കാര്യം പറയാം, എത്ര തന്നെ ഉണ്ടെങ്കിലും BJPക്കും പ്രവൃത്തിക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അവരവർക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ മറ്റുള്ളവരെ തടയാന്നുള്ളത് ഒരു ജനാധിപത്യ കീഴ്വഴക്കമാക്കി പ്രതീക്ഷ ഉണ്ടാവേണ്ടതാണ്, കരിങ്കുകൾ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നത് ഒരു ശരിയായിട്ടുള്ള നിലപാടല്ല ആര് ചെയ്താലും എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി ഒറ്റയ്ക്കും ഇടതുപക്ഷവും കോൺഗ്രസും, പക്ഷേ ഇതിൻ്റെ ഇടയിൽ BJP കയറാൻ സാധ്യത കൂടുതൽ ആവാൻ അനുവദിക്കാനും വഴില്ല. BJP തീർക്കുന്നത് ഇന്നത്തെ കാലത്തിൽ അത് അപകടകരമായ അവസ്ഥയിലേക്ക് മൂന്നാം തവണയും വന്നാൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടും കൂടിയാണ്.
ഇപ്പോൾ ആ കെജ്രിവാൾ തുറന്നുവിട്ട ഭൂതം മനോഹർ ജോഷിയെയും അദ്വാനിയെയും ഒതുക്കിയ നരേന്ദ്രമോദി ഇനി നമ്മുടെ UP മുഖ്യമന്ത്രിയെയും ആദിത്യനാഥിനെയും ഒതുക്കുമെന്നും 75 വയസ്സെന്നുള്ള ഒരു നിലപാട് നരേന്ദ്രമോദിയെ മാറ്റി അമിത്ഷായെ ആക്കും എന്നുള്ള ഒരു സംസാരം എല്ലാവരിലും ഇടകിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം മുഖച്ഛായ വർദ്ധിപ്പിക്കാനും അതിൻ്റെ ആ മറവിൽ അമിത്ഷാ വളരാനും കൂടി ശ്രമം നടത്തുന്നു. RSSനെ പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രയാണത്തിലാണ് ഈ കൂട്ട്. നരേന്ദ്രമോദി ഒരുപക്ഷെ കണ്ണട 1.5 ലക്ഷത്തിൻ്റെ കണ്ണാടിയും വസ്ത്രമൊക്കെ നടത്തുന്ന ഫോട്ടോഷൂട്ട് നടത്തി അവസാനിപ്പിക്കുമ്പോഴും അമിത്ഷായെ അങ്ങനെ വിശ്വസിച്ചുകൂടാ. അദ്ദേഹത്തിന് വ്യക്തിപരമായ കുറച്ച് താല്പര്യങ്ങളുണ്ട്, സ്വന്തം താല്പര്യങ്ങളുണ്ട്. ആ സ്വന്തം താല്പര്യത്തിന് ഈ ഹനുമാനെയും ഭഗവാനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ ഉപയോഗിക്കാൻ തന്ത്രശാലിയായുള്ള അമിത്ഷയ്ക്ക് സാധിക്കും. അതിൽ പെട്ടുപോകാതിരിക്കേണ്ടത് നല്ലവരായ ഹിന്ദുക്കളും ശ്രമം നടത്തേണ്ടതാണ്. അതേ വേണ്ടതാണ് എന്നാണ് അഭിപ്രായം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മതമൗലികവാദികളും ശ്രദ്ധിക്കേണ്ടത് ഈ എല്ലാ മതങ്ങളും നവീകരിക്കപ്പെടുമ്പോൾ, മതങ്ങൾ വേണോ വേണ്ടെന്നുള്ള മറ്റൊരു കാര്യം, ദൈവം ഉണ്ടോ എന്നുള്ള മറ്റൊരു കാര്യം, പക്ഷേ നവീകരിക്കപ്പെടുമ്പോൾ നവീകരണത്തെ പിന്തള്ളപ്പെടുന്ന പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള മൗലികവാദപരമായിട്ടുള്ള ഉസ്താദന്മാരുടെ ജൽപ്പനങ്ങൾ തള്ളിക്കളയേണ്ടത് ബുദ്ധിപരമായ സംസ്കാര സമ്പന്നരായ മുസ്ലിമുകളുടെയും ചുമതലയാണ്. ആ ചുമതല ഏറ്റെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഈ വർഗീയവാദികൾക്ക് ശക്തി കൂടുതലായിട്ട് വരിച്ചിട്ട് അത് ഒഴിവാക്കേണ്ടത് പ്രബുദ്ധരായ മുസ്ലിം വിഭാഗങ്ങളാണ്. പണ്ഡിതന്മാരെന്ന് പറയപ്പെടുകയും തനിവിഡിത്തം സംസാരിക്കും. സംഗീതം കേൾക്കാൻ പാടില്ല, ഡാൻസ് കാണാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല, ശൈലി കയറാൻ പാടില്ല എന്ന് പറയുന്ന ആ കാടത്തത്തെ എതിർക്കേണ്ടത് തീർച്ചയായിട്ടും എതിർക്കപ്പെട്ടാൽ മാത്രമേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ മുസ്ലിം ശക്തി കിട്ടാനും അവരെ സഹായിക്കാൻ വരുന്നവർക്ക് ഒരു പിന്തുണ നൽകാനുള്ള സാധ്യത ഉണ്ടാക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവിടെ ഹിന്ദുവെന്ന് മുസ്ലിമെന്ന് ക്രിസ്ത്യാനിയെന്ന് വ്യത്യാസമില്ലാതിരിക്കണം. അതിൽ ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട്, മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിച്ചാൽ തീർച്ചയായിട്ടും ഹിന്ദുക്കളും മുസ്ലിമുകളും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും കൂടി അതിനെ എതിർക്കണം. അത് മാനവികതയ്ക്കെതിരായതുകൊണ്ടാണ്. ഇത് തിരിച്ചു വേണം. ഇപ്പോൾ നമ്മൾ കാശ്മീരിലെ പണ്ഡിറ്റുമാർ ഓടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് എതിർത്ത് അവരവിടെ താമസിപ്പിക്കുന്ന സൗകര്യം, ഇങ്ങനെ നിഷ്പക്ഷമായ നിലപാട് എടുത്താൽ മാത്രമേ ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷത വിജയിക്കാൻ പോകുന്നുള്ളൂ എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഞാൻ ചില പത്രത്തിൽ കണ്ട ചില കുറിപ്പുകളോടുകൂടിയിട്ട് ഞാൻ അത് തുടരാം. ഒരു കാര്യം എനിക്ക് തോന്നി ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാലിന്യങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെ മാലിന്യം വളമാണ്. അത് മാലിന്യമാവുന്നത് അത് കെട്ടിക്കിടക്കുമ്പോഴോ അത് ദുർഗന്ധപൂർവമാകുമ്പോഴോ അതിന് വേണ്ട രീതിയിൽ അത് ജൈവികമായി അത് അഴുകി ഭൂമിയോ ചേരാതിരിക്കുമ്പോഴാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട്, സബീഷ്, ആലപ്പുഴയിലാണ്, തണ്ണീർമുക്കത്തെ സബീഷ് ഇത്തരത്തിൽ ഒരു വലിയൊരു നല്ലൊരു പ്രവൃത്തി ചെയ്യുകയാണ്. അദ്ദേഹം തൻ്റെ വീട്ടിൽ തന്നെ സ്വകാര്യ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കൈക്കോട്ടെടുത്ത് നമ്മുടെ മാലിന്യം അതിലിട്ടാൽ വളമാവും എന്നുള്ളതാണ് സത്യം. പക്ഷെ അതെല്ലാം ദൂരെ വലിച്ചെറിയുന്ന ഒരു പരിപാടിയാണ് ഇപ്പം നാം ചെയ്യുന്നത്. അതിൽ നിന്ന് ഒഴിവാകാനും കൂടി ഈ വാർത്ത നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. എന്തായാലും KSRTC സമരം ഏതാണ്ട് അവസാനിച്ചത് ഭാഗ്യം, അല്ലെങ്കിൽ അത് നീണ്ടുപോയേനെ. അത് നിർത്തിവെച്ചത് നന്നായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും സംസ്ഥാന രഹസ്യമായി പോയത് സമയത്തിന് തോന്നുന്നു. ഞാൻ പറയും, തീർച്ചയായിട്ടും അണികളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനോട് കൂട്ടി വായിക്കേണ്ടത് സരിതയ്ക്കെതിരായിട്ടുള്ള സമരം, ഒത്തുതീർപ്പ്, സന്ധി സംഭാഷണങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് സാധാരണ അണികളാണ് ശ്രദ്ധിക്കേണ്ടത്. തങ്ങൾ
പറ്റിക്കപ്പെടുന്നുണ്ടോ വഞ്ചിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് അവരാണ്. ഓരോ സമരവും അതിൻ്റെ അടികൊള്ളുന്നവരെല്ലാം സാധാരണക്കാരായിരിക്കും, അപകടപ്പെടുന്നവരെല്ലാം സാധാരണക്കാരായിരിക്കും. അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ സമര വേദികളിൽ ഗംഭീരന്മാരാണെന്ന് ഉദ്ഘോഷിക്കും. പക്ഷേ അതിന് നേട്ടങ്ങൾ കൊയ്യുന്നത് ഈ സ്ഥിരം നേതാക്കളായിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ പോലീസ് വരുമ്പോൾ ഫോൺ ചെയ്തുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നവരും, ഈ സമരം ഞങ്ങൾ എങ്ങനെ നമുക്ക് അവസാനിപ്പിക്കണമെന്ന് ധാരണയുണ്ടാക്കി ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല, തോറ്റിരിക്കുന്നു എന്ന് പറയുന്നിട്ട് തോൽക്കുന്നത് സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് തോൽക്കുന്നത്. ഞാൻ പറയും, അതുകൊണ്ട് കൊല്ലുന്നവരും അടിക്കാൻ പോകുന്ന കുട്ടികളോട്, പ്രവർത്തകരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ആവേശത്തിൽ നിങ്ങൾ പലതും ചെയ്തു പോയാൽ നിങ്ങളുടെ കുടുംബത്തിനാണ് കുഴപ്പമുണ്ടാവുക. നിങ്ങളുടെ ആദർശം തുലയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആദർശത്തിനപ്പുറം ആലോചനാരഹിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. കാരണം നമുക്ക് വിശ്വസിക്കൊള്ളാവുന്ന ആളുകൾ കുറഞ്ഞിരിക്കുന്നുള്ളതാണ്. ഞാൻ പറയുക, മുഖ്യമന്ത്രി കാര്യം രോഗിബാധിതനാണ്, അതുകൊണ്ട് തന്നെ വിശ്രമം ആവശ്യമാണ്. മറ്റൊരു തരത്തിൽ ഞാൻ പറഞ്ഞാൽ, അദ്ദേഹം 3 രാജ്യമല്ല 30 രാജ്യങ്ങൾ സന്ദർശിക്കണം, അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഉമ്മൻചാണ്ടി പോയി, അതുപോലെ തന്നെ നമ്മുടെ VD സതീശനും ഭാര്യയും കൂടി പോയി, പിന്നെന്താ പോയിക്കൂടാ? അതുപോലെ തന്നെ നരേന്ദ്രമോദി എല്ലായിടത്തും പോകുന്നു. എല്ലാവരും സുഖചികിത്സയ്ക്ക് ഹോങ്കോങ്ങിൽ പോകുന്നു, അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നല്ല സൗകര്യമുണ്ട്, മുഖ്യമന്ത്രിയാണ്, ധൈര്യമായിട്ട് പോകാം. പാർട്ടി സംസ്ഥാനത്തിൻ്റെ കാശ് എടുത്തിട്ടില്ല, കൊടുക്കാൻ ആളുകളുണ്ടോ അവരെടുത്തോന്ന് അറിയില്ല. അവർ എടുക്കാനും കഴിവുള്ളവരാണ്. ജനങ്ങളിൽ 1 ലക്ഷം സംതിങ് മുഖ്യമന്ത്രിക്ക് ശമ്പളമുണ്ട്. പിന്നെ നമ്മുടെ വീണ വിജയൻ നിസ്സാരമില്ല, എക്സോലജിക്ക് അതുപോലുള്ള കുറേ 1,72,000 രൂപയ്ക്ക് ഒരു കൊല്ലം കിട്ടുമെന്നല്ല പറയുന്നത്. അപ്പോൾ ഏത് വിദേശയാത്ര നടത്താം, തെറ്റൊന്നുമില്ല. സുഖമായി ജീവിക്കട്ടെ, സുഖമായി യാത്ര ചെയ്യട്ടെ. ഇവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇന്നലെ ഒരാളുടെ കാലിൽ ഇടേണ്ട കമ്മി കയ്യിലിട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് അമ്മ കരയേണ്ടതാണ്, ഉണ്ടോ ഇല്ലെന്നല്ല. അമ്മ കരുതുന്നത് ഞാൻ മാത്രമാണ് ഓടി നടക്കാനുള്ള, ഇനിയവൻ കിടന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് നടക്കാന്നുള്ളൊരു കരയുന്ന സമയത്താണ് നമ്മൾ സിംഗപ്പൂരിലും ഒക്കെ പോകേണ്ടത്. അങ്ങനെ പോകാൻ കഴിവുള്ളവരാണ്, അവർ പോട്ടെ. കഴിവില്ലാത്തവർ ഇവിടെ ഇരിക്കട്ടെ. പീച്ചി ഡാമും ചിമ്മിനി ഡാമും കണ്ടുപോകത്തില്ല, അതും നല്ലത് തന്നെയാണ്, നിസ്സാരമൊന്നുമല്ല ചിമ്മിനി ഡാം. നമുക്കൊക്കെ അത് മതി. സിംഗപ്പൂരിൽ പോയിട്ടൊന്നും മനസ്സമാനം ഉണ്ടാക്കേണ്ട കാര്യമില്ലേ. ഇവിടെ ഒരുപാട് ആളുകളെല്ലാം ജീവിച്ച് പോയിട്ടുണ്ട്. അവർ സിംഗപ്പൂർ, അമേരിക്ക പോയിട്ട് നല്ല സമാനം കണ്ടെത്തിയിട്ടുള്ളത്. നമ്മുടെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയിട്ട് പോകുന്ന കാര്യം മറ്റൊരു കാര്യമാണ്. ഇങ്ങനത്തെ ഉള്ള ആൾക്കൊക്കെ അങ്ങനെ പോകാൻ സൗകര്യമുണ്ട്. നമ്മൾ സാധാരണക്കാർ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കഴിച്ച് സന്തോഷമായി എല്ലാ പൂരം പെരുന്നാളൊക്കെ കണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞ് പോയാലും സമാനമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ധൈര്യമായിട്ട് പോയിക്കോളൂ, അവിടെ നിയന്ത്രിക്കോളും. നമ്മൾ കരുണാകരനെതിരായിട്ട് അവിടെ കുളം കുത്തിയതിനെ എതിർത്തവരാണ്. അതല്ല ആര് ശ്രദ്ധിക്കണു? അവർ പോയിട്ട് നമ്മുടെ സഖാവ്, നമ്മുടെ ഭരണം കുളം കുത്തിയില്ല, അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ന്യായീകരണ തൊഴിലാളി തന്നെത്താൻ മാറണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പോകണം. ഏതൊക്കെ കമ്പനികൾ ഇതുപോലെ സേവനമില്ലാതെ പൈസ വാങ്ങി ഒരു തെറ്റുമില്ല, അതെല്ലാം വളരെ നല്ലൊരു കാര്യമാണ്, അത് ബുദ്ധിപൂർവമായ കാര്യമാണ്. തങ്ങളുടെ മക്കളെയൊക്കെ സുരക്ഷിതമാക്കുക എന്നുള്ളത് എല്ലാ അച്ഛന്മാരും ചെയ്യുന്ന പരിപാടിയാണ്. അത് കരുണാകരൻ ചെയ്തു. ആ പാരമ്പര്യം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വിഡ്ഢികളായ സാധാരണ കുറേ തൊഴിലാളി പ്രവർത്തകരും നിസ്വരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇത് മറന്നിട്ട് പോകുന്നുണ്ട്. അവർ വിഡ്ഢികൾ തന്നെ, വമ്പര വിഡ്ഢികൾ. അല്ലാതെ എന്താ പറയുക, വിവരമുള്ളവരൊന്നും അങ്ങനെ ചെയ്യും, ആരെങ്കിലും ചെയ്യുമോ? തൻ്റെ ജീവിതങ്ങളെ അതില്ല. അപ്പോൾ വിഡ്ഢികളായിട്ടുള്ള കുറേ ആളുകൾ ലോകത്തിലുണ്ട്. സ്വയം വിഡ്ഢിയാവാതിരിക്കാൻ നോക്കിയാൽ നമുക്കെല്ലാവർക്കും നല്ലത്. എന്തായാലും മുഖ്യമന്ത്രി പോയത് നല്ലതാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് പോകണം, മറ്റു മന്ത്രിമാർ ഇടയ്ക്കിടയ്ക്കിട്ട് പോകണം, ഓരോന്ന് പഠിക്കാനൊക്കെ പോയി അവിടെ സുഖമായിട്ട് തിരിച്ചു വരണം. ഇവിടെ ഇങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ മോശമാണെന്നല്ല പറഞ്ഞത്. നമ്മളെപ്പോഴും ഉത്തരേന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു കുട്ടിയുടെ കഴിഞ്ഞ പ്രാവശ്യം 6ാമത്തെ വിരൽ മുറിക്കാൻ പോയപ്പോൾ നാവുമ്പോൾ ശസ്ത്രക്രിയ നടത്തിയത്. എന്താ തരം പിന്നെ ഗുരുവായൂരപ്പോൾ എന്ത് ഉദ്ദേശിച്ചിട്ട് ധൈര്യത്തിൽ ഇവരടുത്തൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ഖത്തറിക മറന്നു വെച്ച പെൺകുട്ടിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല.
അത്രയും വലിയ ശക്തിയാണ് ഈ ഡോക്ടേഴ്സ് സംഘടന. വന്ദന മരിച്ചത് ശരിയാണ്. അപ്പോൾ ഭയങ്കര അതും ശരി, അവരാക്രമിക്കാൻ പാടില്ല. എല്ലാ ഡോക്ടറും ഒരുപോലെയാണെന്നല്ല പറഞ്ഞത്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുന്നത്? ഇപ്പം ഇന്ന് ഈ കാലിൻ്റെ കാര്യം പറഞ്ഞു, നേരത്തെ നാവിൻ്റെ കാര്യം പറഞ്ഞു, കത്ര മറന്നു വെച്ച കാര്യം പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. മരുന്ന് നാളെ ഹൈ ഡോസ് കൊടുത്തു എന്ന് പറയും. നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ കൂട്ടായ്മ ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇലക്ഷൻ കാലമാകുമ്പോൾ അതിൽ മറ്റുള്ള കാര്യമ്പോൾ പ്രകൃതി സ്നേഹം പറയും, പിന്നെ അതിനെതിരായിട്ട് പ്രവർത്തിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യമന്ത്രിയായിട്ട് തദ്ദേശ തരം മാറ്റൽ, ഭൂമി തരം മാറ്റുന്ന പരിപാടി. അപ്പോൾ കുറേ കോൺട്രാക്ടർമാർക്ക് ഭയങ്കര ലാഭകരം. ഇപ്പോൾ അതിൽ അന്വേഷണം വരണത് പല പാഠങ്ങളും നികത്തപ്പെടും, പലവിധം ചെയ്യും. അതിൽ നല്ല കാര്യങ്ങൾ നല്ല ആളുകൾക്ക് പുറത്ത് ആവശ്യമുള്ളവരുണ്ടാകാം, ഇല്ല ഞാൻ പറയില്ല. പക്ഷെ അതിൻ്റെ മറവിൽ ചിന്തപ്പൊരു മറ്റൊരു കാര്യം വന്നിരിക്കുകയാണ്. യൂക്കാലി മരം നടൽ അനുമതി പരിശോധിക്കാൻ വനവകുപ്പ് എന്താ വിവരത്തില്ലേ? ഇവർക്കൊരു എല്ലാ IAS എല്ലാവരും ഇതിൽ ഉപദേശ സമിതി, മറ്റേ സമിതി, മറിച്ച സമിതി എല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് യൂക്കാലിയെക്കുറിച്ചും അക്കേഷ്യയെക്കുറിച്ചും ഇത്രയും കാലം സംസാരിച്ചത് ആർക്കറിയില്ലേ? എന്നിട്ട് ഇതെല്ലാം കൊടുത്ത് വീണ്ടും പുനഃപരിശോധിക്കാൻ അപ്പോഴേ ബുദ്ധി വന്നുള്ളൂ. ഇതെല്ലാം ആരോടെ പറ. അപ്പോൾ ഒരു ഭാഗത്ത് പ്രകൃതി സനവും മറുഭാഗത്ത് ഈ വക കൊള്ളതായ്മയും കള്ളത്തരം ചെയ്യാൻ ആർക്കും മടിയില്ല. അതുകൊണ്ട് നമ്മളായിട്ട് സാധാരണ മനുഷ്യർ എല്ലാവരും രാഷ്ട്രീയം മറന്ന് ജാതി മതം മറന്ന് നമ്മൾ ഒരുമിച്ച് നിന്നില്ല എങ്കിൽ ഈ നാട് കുട്ടിച്ചോറാവും. ആ കൂടി തുരുത്തുന്ന കേരളം, ആ തുരുത്തും കൂടി പോകാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നും കൂടി മനസ്സിലാക്കുക. കെജ്രിവാളിൻ്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കെജ്രിവാളിൻ്റെ വസതി റെയ്ഡ്, കെജ്രിവാളിനെ ഒതുക്കാൻ വേണ്ടി കുറേ കാലമായിട്ട് നടത്തുന്ന പരിപാടിയായിരിക്കും. അതിപ്പോൾ സ്വാതി മലിവാൾ ഒരു രാജ്യസഭാംഗമാണ്, അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരായിട്ട് വളരെ കാലത്ത് അവിടെ ഓഫീസിൽ പോയി അവളെ ആക്രമിച്ചു. അതിന് PA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കെജ്രിവാളിനും കൂടി അറസ്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം, പക്ഷേ അത് നടന്നിട്ടില്ല. സ്വാതി ചിലപ്പോൾ BJPയുടെ ആയിരിക്കാം, ചിലപ്പോൾ കയ്യാങ്കളി ചെറുതായിട്ടുണ്ടായിട്ടുണ്ടായിരിക്കാം. ഉണ്ടായിട്ടുണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ടതാണ്. പിന്നെ സ്വാതി മലിവാൾ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും കൂടി മാനിക്കേണ്ടത് ആവശ്യമാണ്. അധിക ശക്തി കൂടുമ്പോൾ അതിനെതിരായിട്ട് അവരെ ദ്രോഹിക്കാനും ആക്രമിക്കാനുള്ള ശ്രമം നടത്താനും പാടില്ല, ഏത് പാർട്ടി ആയാലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ നദ്ദയുടെ RSS വിരുദ്ധ പരാമർശം വെളിപ്പെടുത്തുന്നത് സംഘപരിവാർ ഭിന്നിപ്പെന്നാണ് ഷാഹിന് പറയുന്നത്. അത്ര വലിയ ശക്തമായി ചായ കപ്പിൽ കൊടുങ്കാറ്റായി അത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ലക്നൌവിലേക്ക് രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അഖിലേഷ് യാദവിൻ്റെയും വരവോടുകൂടി ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ചിലപ്പോൾ അങ്ങനെയുള്ള പലായനം അല്ലെങ്കിൽ ആവേശത്തിമിർപ്പിൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതുണ്ട്. എന്തായാലും ഒരു മാറ്റം അവിടെയുണ്ട്. രാഹുലും പ്രിയങ്കയും തമ്മിലുള്ള ഇതിനെക്കുറിച്ചുള്ള ഭിന്നിപ്പിനെ കുറിച്ചൊക്കെ നാട്ടിൽ ഭയങ്കര സംസാരമുണ്ട്. എന്തായാലും വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് അമേഠിയിൽ നിന്ന് തോറ്റാലും ഞാൻ ഫൈറ്റ് ചെയ്ത് കിട്ടുന്നവരെ എന്നാണ് പറഞ്ഞത്. പക്ഷേ തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൊത്തിവലിക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിന് മനസ്സിലായി രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ശക്തമായ നേതൃത്വം എടുക്കാൻ കഴിവില്ല. അതുകൊണ്ടൊന്നും പ്രധാനമന്ത്രി ആക്കരുത് ഖാർഗെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് കെജ്രിവാളിനെ പോലുള്ള ആളുകളായാൽ മാത്രമേ ഗുണകരമായി മാറ്റേണ്ടവുള്ളൂ. ഇപ്പോഴെല്ലാം ഈ കോർഡിനേറ്റർ നിലയ്ക്ക് ഏകോപിക്കുന്ന ഒരാളായിട്ട് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ വാർത്തകൾക്ക് ഓരോന്ന് ആൾക്കാണ് കേട്ടോ. യുവാവിനെ ആക്രമിച്ച് കവർച്ച നടത്തിയ ഗുണ്ടാസംഘ പിടിയിൽ പിടിച്ചിട്ട് എന്താ കാര്യം? ഗുണ്ടാസംഘങ്ങൾ ഏതോ ചർച്ചയിൽ പറഞ്ഞു ഗുണ്ടകളെ കുറിച്ച് വളരെയധികം എതിർത്ത് തോൽപ്പിക്കും. നിങ്ങൾ ഗുണ്ടയല്ലടാ, അതിനേക്കാൾ വലിയ ഗുണ്ടകളാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ. പലരും, എല്ലാവരും ഞാൻ പറയുന്നില്ല, അവർ പാവങ്ങളാണെന്ന് മാത്രം, അവർക്കറിയില്ല എന്ന് മാത്രം. അവർ ഞങ്ങളുടെ നാട്ടിൽ തന്നെ എത്രയോ സംഗതികളുണ്ടായിരുന്നു. പാവങ്ങളാണ്, ഞാൻ അവരെ നേരിട്ടറിയുന്നതാണ്. എന്നെ തല്ലുകൊന്നില്ല ഇവരെന്തായാലും. എന്തായാലും അവർ നല്ല കുട്ടികൾ, അവർ ഓരോ വീട്ടിലത്തെ ഓരോ പ്രശ്നം കൊണ്ട് വരുന്നു. ഇപ്പോൾ ഓരോ കൊട്ടേഷൻ എടുക്കുന്നു, പോയി എടുക്കുന്നു, ആളെ കാല് വെട്ടുന്നു, കൈ വെട്ടുന്നു, കാശ് വെട്ടുന്നു, അടിച്ചു പൊളിക്കുന്നു. അവർക്ക് മോഡലുകളില്ല, മാതൃകകളില്ല. ഇപ്പോൾ അടുത്താണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ബാറിലുള്ള ചെറിയ പ്രശ്നം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി കല്ലിട്ട് അടിച്ച് കൊല്ലും. ഒരൊറ്റ കൊല്ലം വേറെ. അതുപോലെ തന്നെ കണ്ടില്ലേ രാഹുൽ പന്തിരാങ്കാവ് ഗാർഹിക പീഡനം. അവർ വേറെ ആളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, വേറെ പെൺകുട്ടിനെ കഴിച്ചു. ഇതുവരെ അറിഞ്ഞിട്ടാണോന്ന് അറിയില്ല. അടിച്ചു അവൻ രക്ഷപ്പെട്ടു എന്നാണ്
പറയുന്നത്. വേറൊരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഏരി ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഫ്ലാറ്റിൽ നിങ്ങളെല്ലാം പറഞ്ഞു അതിനെ ഒന്ന് ഒരു ഫ്ലാറ്റ് ഇതിലിട്ടിട്ട് പുറത്തേക്ക് കിട്ടുന്നു. അത് എന്തൊരു വിട്ടിത്തരാണ് ഞാൻ പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. എനിക്ക് ഈ ബലാത്സംഗം ഇന്നത്തെ കാലത്ത് എത്രയോ മരുന്നുകളുണ്ടെന്നുള്ള ബോധമൊന്നും ഇല്ല എന്നാണ്. ഇങ്ങനെ ചെയ്യാൻ അറിവുള്ളവർക്ക് അങ്ങനെ ചെയ്തുകൂടെ എൻ്റെ ഗുരുവായൂരപ്പ. അപ്പോൾ ഇങ്ങനെ കൊല ചെയ്യുന്നവരോടൊക്കെ ഫോൺ നമ്പറുകളുണ്ട്, നിങ്ങൾ കൊല്ലരുത്, കുട്ടികളെ തരൂ എന്ന് പറയുന്ന ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ കേരളത്തിൻ്റെ ഒരവസ്ഥ ഇതിൽ MDMA എവിടെയോ ഞാൻ കണ്ടു പിടിച്ചു എന്ന്, എല്ലാ ദിവസവും പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒന്നോർക്കും എനിക്ക് സന്തോഷമുണ്ട് നമ്മുടെ സഞ്ജു സാംസനെ കുറിച്ച്. അത് നല്ല ക്യാപ്റ്റൻസിയിൽ തിളങ്ങി രാജസ്ഥാൻ റോയലിൽ നല്ല വിജയം നേടി. പക്ഷേ 2-3 മത്സരങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം തോറ്റിരിക്കുന്നു, പിന്നോക്കം പോയിരിക്കുന്നു. ഇനി വീണ്ടും ജയിച്ചേക്കണം. അതുപോലെ തന്നെ സജന, ആശ, മിന്നുവിനി ഇവരെല്ലാം നമ്മുടെ പ്രതീക്ഷകളാണ് നാളേക്ക് നമ്മൾ കേരളത്തിന് പോയി. ഇതേ കേരളത്തിലെ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ അത്ലറ്റിക്സിൽ ലേശം ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടാവും. അവരാ വഴിക്ക് പോട്ടെ എന്നുള്ളതാണ്. എന്തായാലും മൊത്തത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അതിലൊരു വാചകം കൂടി ചേർത്തുകൊണ്ട് സമർപ്പിക്കുകയാണ്. മമ്മൂട്ടി ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയുടെ പതാക. വളരെ അത്ഭുതം. ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതെല്ലാം അവിടെ ഈ മതപ്രീഡനം, മതന്യൂനപക്ഷ പ്രീഡനം, ഈ വർഗീയ പ്രീഡനം ഇതെല്ലാം ഇവിടെ കൊണ്ടെത്തിക്കും എന്ന് ആശങ്ക. ഇത്രമാത്രം മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോൾ ഇന്ന് ഒരു സാധാരണ ഇപ്പോൾ കേൾക്കുന്നൊരു കവിത തന്നെ വളരെ നമുക്ക് മനസ്സോട് സംസാരിക്കുകയാണ്. അന്നും പല മതമുണ്ടാർന്നു, അതിനപ്പുറം അനുപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എൻ്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. അന്നും പലതര മതമുണ്ടാർന്നേ, അതിനപ്പുറം അനുപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എൻ്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടോ പോയതറിവുണ്ടോ? ആ നാട് മരിച്ചുപോയോ? അത് വെറും കിനാവാർന്നു. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടേക്ക് പോയതറിവുണ്ടോ? ആ നാട് മരിച്ചുപോയോ? അതും വെറും കനവാർന്നു എന്ന കവിത ശകലം അല്ലെങ്കിൽ പാട്ട് നമ്മളിപ്പോൾ നമ്മുടെ മണ്ണിൽ കാലിൻ്റെ അടിയിൽ മണ്ണ് പോകുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ നമ്മളുടെ ചെമ്പ് പുറത്തേക്ക് വരണം. നായരും ഹിന്ദുവും മേനോനും നമ്പൂരിനും ആദിവാസിയും ക്രിസ്ത്യാനിയും അതിൽ തന്നെ പലരും മുസ്ലിമും ഒക്കെ ആയിട്ട് ഇത് മാറാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ മമ്മൂട്ടിയുടെ പ്രശ്നം വരുന്നത്. ഞാൻ പുഴു കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി? മമ്മൂട്ടി സുഡാപ്പി സൂപ്പർ സ്റ്റാർ എന്നാണ് പറയുന്നത്. സുഡാപ്പി. അപ്പോൾ ഇതിന് ഒരു വേറെ മറുവശം കൊണ്ടുണ്ട്. ഈ മോഹൻലാൽ എന്തെങ്കിലും നരേന്ദ്രമോദി അംഗീകരിച്ചു, വിളിച്ച് പറഞ്ഞു, അതായത് രാഷ്ട്രീയ താല്പര്യമാണ്. സുരേഷ് ഗോപി പറഞ്ഞു, അല്ലെങ്കിൽ ഉണ്ണിമൂന്ന്, അപ്പോൾ അവരിട്ട് കൊല വിളിക്കും. അതേ കൊലവിളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വ്യക്തിപരമായ താല്പര്യമാണ്. വിമർശിച്ചോളൂ നിങ്ങൾ. സംഖ്യയാക്കി അവനെ എല്ലാ കാര്യത്തിലും അങ്ങോട്ട് കുറ്റപ്പെടുത്ത മോഹൻലാൽ മഹാചെകുത്താനാണ് തുടർന്ന കുറ്റം, സുരേഷ് ഗോപി തുടർന്ന് കുറ്റം, ഉണ്ണിമൂന്നും തുടർന്ന് തെറ്റും. ബാക്കിയുള്ളവരൊക്കെ മമ്മൂട്ടി ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ രഘു ഭീമൻ രഘു അടുത്ത പക്ഷത്തേക്ക് നെഞ്ചു വിരിച്ച് പതാക ഉയർത്തിട്ട് ലാൽസലാം പാട്ട് പാടിയ കുഴപ്പമില്ല. ഈ തരത്തിലുള്ള സൂത്രങ്ങളൊന്നും ഇനി പറ്റില്ല. നമ്മൾ ഈ രീതി ചെയ്യുന്ന പരിപാടികളാണ് അതുകൊണ്ടാണ്. എന്നിട്ട് എന്തുണ്ടാവണു? നമ്മളിലുള്ള ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയൊക്കെ പുറത്തേക്ക് വരികയാണ് സംഭവിക്കാൻ പോകുന്നത്. പരസ്പരം വിശ്വാസമില്ലാണ്ട്, പരസ്പരം സ്നേഹമില്ലാണ്ടൊക്കെ ആവുന്നൊരു കാലഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നതാണ്. മമ്മൂട്ടിയെ പോലെ ഒരാൾ പോലും ഇതിൽപ്പെട്ടിട്ടുള്ളത്. മമ്മൂട്ടി സിനിമാ നടൻ മഹാസംഭവമൊന്നുമല്ല. ആനക്കൊമ്പുവിൻ്റെ കാര്യത്തിലുള്ളതാണ് മോഹൻലാൽ. ഈ പുതിയ ആളുകളെ കൊണ്ടിരുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുന്നത് ആണെന്ന് പലപ്പോഴും വിമർശനം ഏറ്റിട്ടുള്ളതാണ്. ചാനലിൽ വരാതിരിക്കാനും സിനിമ ഇവരൊക്കെ വലിയേട്ടന്മാരാണ്. അതിൽ നിന്ന് അതിജീവിച്ചുകൊണ്ട് പുതിയ കുട്ടികൾ വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ദൈവങ്ങളൊന്നല്ല. പിന്നെ രാഷ്ട്രീയ മൂല്യം, രാഷ്ട്രീയ മാതൃകൾ കുറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ സിനിമാ നടന്മാർ കടന്നു വരും എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ശോഭന ഇടതുപക്ഷത്തിൻ്റെ നവകേരള സദസ്സിൽ വന്നു, നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥലത്തേക്കും പോയി. അതാണ്. അപ്പോൾ അവരെല്ലാം ഡിമാൻഡുള്ള ആളുകളായി.
രാഷ്ട്രീയക്കാർക്കൊക്കെ വില കുറഞ്ഞ് വരികയാണ്. സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയായിട്ട് മോഹൻലാലായിട്ട് മറ്റുള്ളവരൊക്കെ പതുക്കെ തങ്ങളുടെ മതം ഏതാണെന്ന് പറയുകയും അതിൻ്റെയും കൂടി സ്വാധീനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കും എന്നുള്ളത് സ്പഷ്ടമാണ്. ഇതെങ്ങനെയാണ് മമ്മൂട്ടി എന്തായാലും അങ്ങനെയല്ല. മമ്മൂട്ടി ഒരു വാക്ക് എനിക്ക് ഭയങ്കര വിഷമവും ഉത്കണ്ഠയും തോന്നി. അന്ന് ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഉള്ളത് സൗഹൃദമായിരുന്നു. ഇന്ന് ചെല്ലുമ്പോൾ അത് മതസൗഹാർദ്ദമായി മാറുകയാണ്. മതസൗഹാർദ്ദമായിരുന്നു. എത്രമാത്രം മാറി അവർ രണ്ട് വലിയൊരു വരികളാണ് എന്നാണ് എനിക്ക്. അതുകൊണ്ടനുസരിച്ച് നാം മാറാൻ ഞാൻ ഇന്നും നമ്മുടെ ഇടതുപക്ഷ പ്രവർത്തകർ നായരും നമ്പൂതിരി മേനോൻ എന്നുള്ളതൊക്കെ വെട്ടിക്കളയേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അതൊരു ഒരു പ്രത്യക്ഷ സമരമായി ഈ പൂണിന് മുറിക്കുന്ന പോലെ ഈ വാല് മുറിച്ച് കളയുന്നൊരു സമരത്തിനും കൂടി എടുക്കണം എന്നും കൂടിയാണ് എനിക്ക് പറയാറുള്ളത്. സലിം രാജയെ ഇപ്പോൾ അനുസ്മരണം ഞാൻ പോയിരുന്നു. ഞാൻ സംസാരിച്ചില്ലെങ്കിലും സലിം രാജിനെ കുറച്ച് സമയത്ത് കണ്ടിട്ട് ഇ ഡി ഡേവിസിൻ്റെ കൂടെ പോയിട്ടും വളരെ മൗനത്തിലുള്ള ആളാണ്. വളരെ വിനയത്തോട് സംസാരിക്കുന്ന ആളുകൾ, സ്നേഹത്തോട്. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ഞാൻ കുറേ ആളുകളിലേക്ക് വായിച്ചു. അദ്ദേഹം സാഹിത്യ അക്കാദമിയിൽ നിന്ന് പുസ്തകം തന്നിട്ടുണ്ട്, ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്, മറ്റ് എല്ലാം. അതുപോലെ തന്നെ കർഷക സമ്മേളനത്തിന് സ്മരണ ഉണ്ടാക്കിയിട്ടുണ്ട്, ദിവസം വിളി തന്നിട്ടുണ്ട്, നോട്ടീസ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം ഇങ്ങോട്ട് കിട്ടിയ കാര്യങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത്. കുരിപ്പുഴ ശ്രീകുമാർ യുക്തിരേഖയിൽ നമ്മുടെ NP ചന്ദ്രശേഖരൻ ദേശാഭിമാനിയിൽ കവിതയിട്ടിട്ട് ഗോപികൃഷ്ണൻ്റെ കുറിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഗോപികൃഷ്ണൻ്റെ കുറിപ്പിലാണെന്ന് തോന്നുന്നു പണ്ട് കാലത്ത് ചെറുപ്പത്ത് അദ്ദേഹം കലയിക്കുമായിരുന്നു, കവിതകളുമായി കലയിക്കുമായിരുന്നു. ഓരോരുത്തരും ചെന്ന് പിന്നെ പതുക്കെ മന്ദത വരികയും അത് മന്ദത വരികയും നിശബ്ദനാവുകയും മാറുകയും മരുന്നിൻ്റെ ഫലം കൊണ്ടാണോ, ജീവിത സാഹചര്യം കൊണ്ടാണോ, സമ്മർദ്ദം കൊണ്ടാണോ, കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടോ എന്നറിയില്ല. എന്തായാലും വളരെ സ്നേഹവാനായിട്ടുള്ള വിനയാന്വിതനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു മരണം നമ്മുടെ നെഞ്ചിൽ ചെറിയൊരു വേദന ഉണ്ടാക്കും. അതേസമയത്ത് തന്നെ ഞാൻ പറയും, ഇവരുടെ എല്ലാം വീടിൻ്റെ അകത്തളിലേക്ക്, അവരുടെ കുട്ടികളിലേക്ക്, അവരുടെ ഭാര്യമാരിലേക്ക് അവരുടെ അച്ഛൻ മരിക്കും കൂടി ചെയ്യുന്നു കേൾക്കും. നമ്മൾ എത്ര പേർ പോയിട്ടുണ്ട്, എത്ര പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അനുസ്മരണ യോഗങ്ങളിൽ ഘോരഘോരം എൻ്റെ പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയും. അവൻ എങ്ങനെ ജീവിക്കുന്നതെന്ന് ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ സ്മരിക്കാറില്ല. ഇനി മറ്റൊരു സലിം രാജിനെ അന്വേഷിക്കുകയാണ് നാം. ഒരു സലിം രാജ് പോയി, ഇനി അടുത്ത സലിം രാജ് ആരാണ്? ഞങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് മനസ്സ് എന്നാണ് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പലരെയും ഞാൻ കണ്ടത് അങ്ങനെയാണ്. വാചക അപ്പുറത്തെ പ്രയോഗതലത്തിൽ ഫൈറ്റർ മാധവൻ്റെ കാര്യം ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. ആ തല്ലിനും വഴക്കിനും മുന്നിൽ നിൽക്കും, അവസാനം ശ്വാസം തടസ്സമായിരിക്കുന്ന ഇടയിലാണ് ഞാനും ജോയി പോയി എന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറാണ് ഞങ്ങൾ. ഇപ്പോൾ എന്നോട് ചെന്ന് പറഞ്ഞു, ഞാൻ മരിക്കാൻ എന്താണ് വഴി, എങ്ങനെയാണ് മരിക്കാൻ എന്താ വഴി, ഇപ്പം മരിക്കാൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ 1 മണിക്കൂർ ഞങ്ങൾ സംസാരിക്കുകയും ഇന്നയാൾ സംസാരിച്ച് ആവേശപരിലാകുകയും ഭാര്യ വരികയും എന്താ നിങ്ങൾ ഇത്ര നേരം സംസാരിച്ച് എന്ന് പറയും. ഒരു മാസത്തിനുള്ളിൽ അത് മരിക്കുകയും ചെയ്തു. ഞാൻ പലരോടും പറഞ്ഞു അദ്ദേഹത്തിനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല. അപ്പം നാം ഇങ്ങനെയുള്ള ആളുകളെ കൊട്ടിവഴി അവർ നിശബ്ദരാണ്, അവരെല്ലാവരും സഹിക്കും, അത് നമ്മളോട് കൂടെ നിൽക്കും. പക്ഷേ അവരുടെ പിന്നാമ്പുറ ജീവിതം നമ്മൾ കണ്ടില്ല, അവരിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ദുര്യോഗം. അതുകൊണ്ട് ഈ വർത്തമാനത്തിനപ്പുറം ഒരു ലോകം നമുക്കുണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ്. ഈ സമയത്തെല്ലാം ഞാൻ വിട്ടുപോകാൻ പാടില്ലേക്കാണ് ഈ കോടതി സമരം. കോടതി സമരത്തിൻ്റെ ഞാൻ പറയുന്നത് നമ്മുടെ ചെറിയ പ്രതിരോധങ്ങൾ നാം കണ്ടില്ലെന്ന് നടിക്കരുത് എന്നുള്ളതാണ്. ഈ പ്രതിരോധങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ, പ്രതികരണങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വർഗീയത വളരും, ജനാധിപത്യം നശിക്കും, സ്വാർത്ഥത കൂടും, നിഷ്കളങ്കതയിലെ അഴിമതിക്കാർ വർദ്ധിക്കും. അതുകൊണ്ടാണ് കോടതി സമരത്തെയും ഞാൻ അംഗീകരിക്കുക. 5578 ദിവസമായി 1058 ദിവസം സത്യാഗ്രഹിയിരിക്കുകയാണ്. പാണപ്പറമ്പിൽ വിപിൻ, വേങ്ങാലി ദിവാകരൻ, പാറക്കൽ ഹരിദാസ്, പാണതറ ജയൻ, ജൂബി ചിറയത്ത്, അരിമ്പൂര് കൊടക്കാട് ഷൈജു, അകത്തൊട്ട് ഒരു മാസക്കാലം നിരവധി ആളുകൾ വീണ്ടും ഇരിക്കുന്നുണ്ട്. ഈ സമരം മദ്യത്തിനായിട്ടുള്ള ഇതിനും സമരം മാത്രമല്ല, മൊത്തം ലഹരിക്കെതിരായിട്ടുള്ള സമരമാണ്. മാത്രമല്ല ഈ സമാന്തരമായി സർക്കാരുകളെ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന ഒരു അധോലോകത്തിനെതിരായുള്ള സമരം കൂടിയാണ്. ജനാധിപത്യ പ്രക്രിയ തടസ്സപ്പെടുത്തുന്നതിനെതിരെയുള്ള സമരം കൂടിയാണ്. അങ്ങനെ വിശാലമായ അർത്ഥത്തിലൂടെ സമരങ്ങളിൽ കാണുമെന്നും കൂടി ഞാൻ പറയുകയാണ്. സലിം രാജിൻ്റെ അനുസ്മരണവും ബന്ധപ്പെടുത്തിക്കൊണ്ട്
ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് ഈ വൈലോപ്പള്ളിയും മുല്ലയും വരികയാണ്. മെയ് 11-നാണ് വൈലോപ്പള്ളിയുടെ ജന്മദിനമെങ്കിൽ 16-നാണ് മുല്ലയുടെ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വൈലോപ്പള്ളി സ്കൂളിലും ചെറിയ പരിപാടി നടന്നു. മുല്ലയുടെ പരിപാടിയും ചെറുതായിട്ടാണെങ്കിലും നടന്നു. മുല്ലയുടെ അവസാനം വൈലോപ്പള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന ഏക സ്കൂൾ വൈലോപ്പള്ളി സ്കൂളാണ്. വൈലോപ്പള്ളി പ്രധാന അധ്യാപകനായിരുന്നു, ശിഷ്യനായിരുന്നു മുല്ലയുടെ അവസാന കാലം ഞങ്ങളുടെ വൈലോപ്പള്ളിയുടെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടാണ് ആ കാലഘട്ടം ഉണ്ടായിരുന്നത്. അക്കാലത്ത് അദ്ദേഹം നൽകിയ സ്നേഹവും ഊഷ്മളം ആയുള്ള പെരുമാറ്റങ്ങൾ, മാടമ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെയെല്ലാം സ്ഥലത്തിൽ അവരെ പരിചയപ്പെടുത്തുകയും ഭക്ഷണം കഴിപ്പിച്ചതും എൻ്റെ തോളിൽ കയറ്റൊക്കെ ഓർമ്മവരാണ്. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം അറിയാതെ കരഞ്ഞു പോയത് മുല്ലഴി മരിച്ചു എന്നറിഞ്ഞപ്പോഴാണ്. ഞാൻ മാത്രമല്ല, ഈ വൈലോപ്പള്ളി സ്കൂളിലത്തെ പ്രേമകുമാരി ടീച്ചറും വീര ടീച്ചറും അന്നിട്ടുണ്ടായിരുന്ന ഉഷാനി ടീച്ചറും ജയശ്രീ ടീച്ചറും എല്ലാവരും അത് ഞങ്ങൾ ഇതുമ്പി കരഞ്ഞുപോയി അറിയാതെ. ആ സ്റ്റെപ്പുകളിൽ, ആ സ്കൂളിൻ്റെ സ്റ്റെപ്പുകളിൽ, ചവിട്ടിപ്പടികളിൽ കയറി വരുന്ന ശബ്ദം നമ്മൾ കേൾക്കുകയും അകത്തളത്തിൽ വന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ശാസിക്കുകയും സ്നേഹിക്കുകയും അവസാന കാലങ്ങളിൽ അദ്ദേഹം സ്ത്രീവേഷമായി ധരിച്ച് വന്ന ഫോട്ടോകളും കൊണ്ട് പ്രേമകുമാരി ടീച്ചറെ കാണിക്കുമായിരുന്നു. ഞങ്ങൾ വലിയ കുശലാന്വേഷണത്തിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ മധ്യവര സമരത്തിനും അദ്ദേഹം മരിക്കേണ്ടായി. ഈ ജന്മദിനം വൈലോപ്പള്ളിയുടെയും മുല്ലഴി ഞങ്ങൾ ചെറുതായിട്ടെങ്കിലും നടത്തി. ആ സമയത്ത് തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളിൽ വൈലോപ്പള്ളിയുടെയും കവിതകൾ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. മാവുകൾ പൂക്കും, മാനത്തമ്പൊളി വികസിക്കും, മനുഷ്യർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും എന്നുള്ളതാണ്. അതിപ്പോഴും ഈ മനസ്സിലേക്ക് തീട്ടി വരികയാണ്. പല കൊടുത്താക്കാൻ കയറിനെ ഊഞ്ഞാലാക്കാൻ തീർത്തതല്ലോ കഴിഞ്ഞതല്ലോ വിജയമെന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ നിരാശയ്ക്ക് ഇടയിൽ വരുമ്പോഴെല്ലാം നാം പറയുന്നു, എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവിടെ കഴിവതേ സുഖം എന്നും കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വൈലോപ്പള്ളിയെ നിർമ്മതിക്കുമ്പോൾ വല്ലഴി പറയുന്നു, അറ്റമില്ലാത്തതാൻ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയല്ല എന്ന്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, പിറന്നത് വ്യത്യസ്തമാണെങ്കിലും നാം ഒറ്റയല്ല. നമ്മൾ മാനവരാണ്. ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയെല്ലാം പുഴയാണ്, മലരായ മലരെല്ലാം മലരാണ്. ആകാശത്തിന് കീഴിൽ ഒരട്ടി മണ്ണുണ്ട്, ആ മട്ടിൽ അട്ടിയിൽ ഏതോ തരി, ഈ തരി ആ തരി ഏതോ തരിയുടെ മഹത്വം ആർ കണ്ടു എന്ന് ചോദിക്കുന്ന മുല്ലയെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. മാത്രമല്ല, തരം പോലെ നിറം മാറി നടക്കയാൽ, നാണയം നേടുവാൻ ഏത് നാണക്കേടും ചുമക്കയാൽ, 100 കൊല്ലം കഴിഞ്ഞപ്പോൾ കരിവീട്ടിയും കുറ്റിയേറ്റുപോകും എന്ന് പറയുന്ന മുല്ലയെയും നാം ഓർക്കാതിരിക്കാൻ കഴിയില്ല. എന്തായാലും നാം എല്ലാവിധ ജാതി മത രാഷ്ട്രീയത്തിനതീതമായിട്ട് നാം മുന്നേറേണ്ടിയിരിക്കുന്നു. അതിനെ നമ്മൾ ആ തരത്തിലുള്ള ബോധത്തിലേക്ക് നാം കടന്നു വരട്ടെ. നാം നാളെ ആവട്ടെ എന്ന് കരുതിയിരിക്കാതെ നാം ഇന്ന് തുടങ്ങുക. മാനവരിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കും. വർഗീയതയ്ക്കെതിരായി, അഴിമതിക്കെതിരായി, സ്വജനപക്ഷത്തിനെതിരായി, ഏകാധിപത്യത്തിനെതിരായി ആരെന്ത് ചെയ്താലും അതിനെതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉഗ്രശബ്ദം ചെയ്യണം. അതിൻ്റെ മുന്നിലും പിന്നിലൊക്കെ എനിക്ക് നിൽക്കണമെന്നാണ് ആഗ്രഹം. അത് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.